എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെയാണ് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു കോംബോയാണ്. കുതിർത്ത് വെച്ച പച്ചരി കൊണ്ട് മാവൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ അപ്പം തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ മുട്ടയൊന്നും ചേർക്കാത്ത മുട്ടയപ്പവും അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു മുട്ടയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ പച്ചരിയാണ്. 250 ml ഈ ഒരു കപ്പിൽ 1.5 കപ്പ് അളവിൽ പച്ചരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പച്ചരി ഒരു 4-5 തവണ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പച്ചരി നമുക്ക് നന്നായിട്ട് തന്നെ കുതിർത്തിയെടുക്കണം. രാവിലെയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കിത് ഓവർനൈറ്റ് ഇതുപോലെ കുതിരാനിടാം, അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ നമ്മളിതൊന്ന് കുതിർത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു പച്ചരി ഇവിടെ നന്നായിട്ട് ഇന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനൊരു 3 മണിക്കൂറോളം ഇട്ടിരുന്നു കേട്ടോ. ഇതുപോലെ കുതിർത്തി എടുത്തിരിക്കുന്ന ഒരു പച്ചരി വീണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു വെള്ളം മുഴുവനും നമുക്കൊന്ന് കളഞ്ഞിട്ടെടുക്കാം. ആ ഒരു വെള്ളം മുഴുവനും കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതുപോലെ നമ്മൾ മിക്സഡ് ഒരു ജാറിലേക്ക് ഒരു പച്ചരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിൽ കറക്റ്റ് ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പച്ചരിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഞാനിതിൽ പറയുന്ന ഒരു വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടിപ്പോയെന്നിരിക്കും. അപ്പോൾ ഒരു വെള്ളം മുഴുവനും കളഞ്ഞതിന് ശേഷം ഈ ഒരു പച്ചരി ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ചോറാണ് കേട്ടോ. 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് അളവിൽ ചോറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മട്ട അരിയുടെ ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഈ വെള്ള അരിയുടെ തന്നെ ചോറാണെങ്കിൽ ഈ ഒരു മുട്ടയപ്പം കുറച്ചും കൂടി നല്ലൊരു കളറായിട്ടിരിക്കും. ഈ ഒരു മുട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത്. വെള്ളത്തിന്റെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മുട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മാത്രം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ലാസ്റ്റ് പറയാട്ടെ എനിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമായിട്ട് വന്നെന്ന്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് ഞാൻ ഈ ഒരു മാവൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു മുട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇതിലും ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മുട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരയണം. എന്നാൽ ഇതുപോലെ തീരെ ചെറിയൊരു തരി പോലെ കിടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും നമ്മളിത് ചെയ്തിട്ടെടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഒരു പച്ചരിയും ചോറും ഈ ഒരു കട്ടിക്ക് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരുന്നത്. അതിലെനിക്ക് ഇത്രയും വെള്ളം മാത്രമേ മിച്ചം വന്നിട്ടുള്ളൂ. അത് ഞാൻ നിങ്ങളൊന്ന് അളന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ല, 1 കപ്പിൽ 1.5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഇതുപോലെ മിച്ചം വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും ഈ ഒരു കട്ടിക്ക് കറക്റ്റായിട്ട് അരച്ചിട്ടെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൊങ്ങി വരത്തില്ല. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞ് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും ഒരുപാട് കട്ടിയായിട്ടിരിക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഓയിൽ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരുന്ന മുട്ടയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ചൂടായിട്ട് കിടക്കുന്ന ഇതുപോലെ ഒരു എണ്ണയിലേക്ക് ഒരു തവി മാവ് അതിന് സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തീ കുറച്ചിട്ടിട്ട് നമ്മളിത് റെഡിയാക്കി എടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ പൊങ്ങി വരത്തുള്ളൂ കേട്ടോ. ഞാനിത് ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ ഒരു രീതിക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് ഏകദേശം 1 മിനിറ്റോളം തന്നെ എടുക്കട്ടെ നമുക്കിതൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. മാവ് ഒഴിച്ച് കൊടുത്തതിന് പെട്ടെന്ന് ഇതൊന്നും പൊങ്ങി വരത്തില്ല. ഏകദേശം 1 മിനിറ്റോളം തന്നെ എടുക്കട്ടെ ഇതുപോലെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഏകദേശം 1 മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി നമുക്കൊരു 1-1.5 മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഇത് കണ്ടില്ല, ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയുള്ള വളരെ ഈസിയാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കിത് വിചാരിക്കുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റില്ല. അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഏകദേശം 1 മിനിറ്റോളം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ആ ഒരു സൈഡ് ഒരു 1 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് ഒരു 1.5 മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് നമുക്ക് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഈ ഒരു അളവിൽ നമുക്കൊരു 10-12 മുട്ടയില്ലാത്തൊരു മുട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്തും റെഡിയാക്കാറുണ്ട്. അതുപോലെ തന്നെ മുട്ടയൊന്നും ഉപയോഗിക്കാതെ ഈ ഒരു രീതിക്കും ചെയ്തിട്ടെടുക്കാറുണ്ട്.
അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ ഈ ഒരു സെയിം രീതിയിൽ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് പൊരിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ ഒരു മുട്ടയില്ലാത്ത മുട്ടയപ്പം എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിനൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമ്മൾ വെള്ളം ചേർത്ത് ഒരു മാവ് അരച്ചിട്ടെടുക്കുന്നതും കറക്റ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലെയിമൊക്കെ കറക്റ്റ് ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു മുട്ടയപ്പത്തിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ അതുപോലെ തന്നെ മീൻ മുളകിട്ടതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നോൺ വെജ് കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിനായിട്ടൊരു 1/2 കിലോ അളവിൽ ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്കൊരു 10ഓളം കാശ്മീരി മുളക് പിരിയൻ മുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 10-15ഓളം കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റോളം നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു മിക്സറുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഇതുപോലെ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് ഇതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 2 മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് ഇതുപോലെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു അരപ്പ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി തീരെ ചെറിയതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവ മാറി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് ഒരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തീരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. തീരെ പൊടിയായിട്ട് കട്ട് ചെയ്ത് തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു സവാള ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് കണ്ടിട്ട് ഇതുപോലെ ഒരു കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്കൊരു സവാള കിട്ടണം. എങ്കിൽ മാത്രമേ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇതുപോലെ സവാള നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. പൊടികളുടെ ഒരു പച്ചച്ചുവ പൂർണ്ണമായിട്ട് മാറി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു ചിക്കനാണ്. ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഒരു 7 മിനിറ്റോളം നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കണം കേട്ടോ. ആ ഒരു ചിക്കൻ അതിൻ്റെ പുറമെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. വളരെ കുറച്ച് മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കനും കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7 മിനിറ്റോളം ഇളക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറമേക്കൊന്ന് മുരിഞ്ഞ് വരും. ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഒരു മുളകും കാഷ്നട്ടും തക്കാളിയുടെ ഒക്കെ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 7 മിനിറ്റോളം തന്നെ നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം. ആ ഒരു തക്കാളിയുടെയും ആ ഒരു പച്ചച്ചുവ പൂർണ്ണമായിട്ട് മാറിക്കിട്ടണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തക്കാളിയുടെ ഒക്കെ ഒരു പച്ചച്ചുവ പൂർണ്ണമായിട്ട് മാറി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിത് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഏകദേശം ഒരു 15-20 മിനിറ്റോളം തന്നെ നമ്മളൊന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ. ഒരു ചിക്കൻ നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും ആ ഒരു സമയം കൊണ്ട്. അത്രയും സമയം നമ്മൾ തുടർച്ചയായിട്ട് ഇത് വെച്ച് കൊടുക്കുകയും ചെയ്യരുത്. ഇത് അടിയിൽ പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതുണ്ടല്ലോ ഏകദേശം ഒരു 15-20 മിനിറ്റോളം തന്നെ ഒരു ചിക്കൻ നന്നായിട്ടാണ് ഞാൻ കുക്ക് ചെയ്ത് ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തി ഇത് നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഒരു കറിക്ക്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ എല്ലാം കറക്റ്റ് അളവാണ് കേട്ടോ. എരിവ് ഉപ്പും എല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല തിക്ക ഗ്രേവിയോട് കൂടിയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മലബാർ സ്പെഷ്യൽ മുട്ടയില്ലാത്ത ഒരു മുട്ടയപ്പം അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ കറിയും നല്ലൊരു കോംബോ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്ക് കറക്റ്റ് അളവുകളൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്
നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.